നമ്മുടെ ഇന്നത്തെ വിശകലനം എന്താണെന്ന് വെച്ചാൽ ശശിയണ്ണൻ്റെ അല്ലെങ്കിൽ ശശിയേട്ടൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ ശശിയേട്ടൻ്റെ സഞ്ചിയിൽ ഇന്ന് കണ്ടെത്തിയത് 1,00,000-ലധികം രൂപ. രാജക്കാട് എന്ന സ്ഥലത്ത് കടത്തിണ്ണകളിലും പൊതുസ്ഥലങ്ങളിലുമായി കിടന്നുറങ്ങി ജീവിതം നയിച്ചിരുന്ന ശശിയേട്ടൻ്റെ സമ്പാദ്യം കണ്ട് ആ രാജക്കാട് നാട്ടുകാർ തന്നെ അമ്പരന്നുപോയി. മരണശേഷം പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സഞ്ചി പരിശോധിച്ചപ്പോഴാണ് 1,00,000-ലധികം രൂപ കണ്ടെത്തിയത്. കൃത്യമായി പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തി എത്തിയപ്പോൾ സഞ്ചിയിൽ 1,00,000-ലധികം രൂപയുണ്ടായിരുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി തെരുവോര ജീവിതം നയിച്ചിരുന്ന ശശിയേട്ടൻ ചെറിയ തുകകളായി സൂക്ഷിച്ചിരുന്ന പണമാണ് ഇത്തരത്തിൽ വലിയ തുകയായി മാറിയതെന്നാണ് കരുതുന്നത്. സഞ്ചിയിൽ 500-ന്റെയും 200-ന്റെയും നോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കൂടുതലായി 50, 100, 10, 20 എന്നീ നോട്ടുകളായിരുന്നു. ദിവസേന ലഭിച്ചിരുന്ന ചെറിയ വരുമാനങ്ങളും നാട്ടുകാർ നൽകിയ സഹായങ്ങളും സൂക്ഷിച്ചു വെച്ചതാകണമെന്നാണ് പ്രദേശവാസികളുടെ വിലയിരുത്തൽ. ലളിത ജീവിതം നയിച്ചിരുന്ന ശശിയേട്ടൻ ആരോടും അധികം ആവശ്യപ്പെടാതെ സ്വന്തം രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നാലെ സഞ്ചിയിൽ നിന്ന് കണ്ടെത്തിയതോ ലക്ഷം രൂപ. ജീവിതകാലം മുഴുവൻ പരിമിത സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാളുടെയും മിതവ്യയം കരുതലാണ് ഈ സമ്പാദ്യത്തിലൂടെ പുറത്തു വന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇത് നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. കണ്ടെത്തിയ തുകയുടെ തുടർ നടപടികൾ സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ നിയമാനുസൃത നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമുക്കും ഈ ഒരു വാർത്ത നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കലാണ്. കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ ശശിയേട്ടന് 1,00,000-ലധികം രൂപ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും മറ്റുള്ളവരോട് ഇരന്ന് മേടിച്ച ക്യാഷായിരുന്നു. അദ്ദേഹം ആരോട് ഇരക്കാനോ കൈനീട്ടാനോ ഒന്നിനും പോയിട്ടില്ല. മറ്റുള്ളവർ അറിഞ്ഞ് കൊടുത്ത തുക അദ്ദേഹത്തിൻ്റെ ആശുപത്രി ചെലവിന് പോയിട്ട് ബാക്കി അതുപോലെ സൂക്ഷിച്ച് ആ നാട്ടുകാർക്ക് തന്നെ അത് ദാനമായിട്ട് കൊടുത്തിട്ട് അദ്ദേഹം മരണമടയുകയാണ് ഉണ്ടായത്. ഇത് നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്.